നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്യാബിനറ്റ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന കാഴ്ചപ്പാട് മുഖാമുഖം പരിപാടിയിലാണ് ബി.ജെ.പി. മധ്യമേഖലാ അധ്യക്ഷൻ എൻ. ഹരി കേരള പോലീസിൽ ഇസ്ലാമികവൽക്കരണം നടക്കുന്നതായി പറഞ്ഞത്. കേരള പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗത്തിൽ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരെ മാത്രമാണ് കൂടുതലായി നിയമിച്ചിരിക്കുന്നത്. ഭരണ നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഇതെന്നും എൻ. ഹരി പറയുന്നു. എല്ലാ സ്റ്റേഷനുകളിലും സ്വാഭാവികമായും സ്പെഷ്യൽ ബ്രാഞ്ചുണ്ട്. ആ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണ്? യാദർച്ഛികമാണ് ഒരു വിഭാഗത്തിൽ നിന്നും മാത്രമുള്ള ആളുകളാകുന്നത്. എൻ്റെ ഒരു സംശയമാണ്. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുക, കാഞ്ഞിരപ്പള്ളി നിന്ന് ഇവിടെ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. റംല എന്ന് പറയുന്ന ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ, ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കും. ആ ഒരു വിഷയം ഉണ്ടായി. PDP അന്നത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതുമായി ബന്ധപ്പെട്ട് അന്ന് അവരെ അവിടുന്ന് ശിക്ഷാ നടപടിയായി പീരുമേട്ടിലേക്ക് മാറ്റി. ഇപ്പോൾ അവരെ വീണ്ടും കാഞ്ഞിരപ്പള്ളി DYSP ഓഫീസിൽ വെച്ചിരിക്കുന്നു. ആ വിഷയം ഞാൻ ഉന്നയിച്ചതിൻ്റെ പേരിലാണ് ഇവിടുത്തെ തീവ്രവാദികളെല്ലാം കൂടെ എൻ്റെ പടം പരസ്യപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ, എനിക്ക് അതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇവർ പറയുന്ന ന്യായം എന്താണെന്നറിയാം, ഇപ്പം സ്റ്റേഷനിലിരുന്ന സ്റ്റേഷൻ റിപ്പോർട്ടുകൾ പോവും. അതുകൊണ്ട് ഇവിടെയാണ് 7 സ്റ്റേഷനിലെ വിവരങ്ങൾ. നമുക്ക് സംശയമുണ്ട്. ഞാൻ പറയുന്നത് പ്രധാനപ്പെട്ട ഇപ്പോൾ ഉദാഹരണത്തിന് ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ പശ്ചിമഘട്ടത്തെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇവിടെയെല്ലാം എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമായി ഇവിടെ ഈരാറ്റുപേട്ടയിൽ എന്താണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ അവിടെ പ്രത്യേക സംവിധാനം വേണമെന്ന് അതൊക്കെ അട്ടിമറിച്ചില്ലേ? ഇവിടുത്തെ 2 രാഷ്ട്രീയക്കാരോട് കൂടി അട്ടിമറിച്ചില്ലേ? ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ കോട്ടയത്തെ നിവാസികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത് അട്ടിമറിച്ചു. അപ്പോൾ ഈ ഇരിക്കുന്ന സ്റ്റേഷനിലുള്ളവരൊക്കെ ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ യാദർച്ഛികമായിട്ടാണോ ആയത്? എനിക്ക് സംശയമുണ്ട്. എനിക്കതിനകത്ത് വലിയ സംശയമുണ്ട്. ഉദാഹരണത്തിന് ചങ്ങനാശ്ശേരിയിലെ ബൈജു എന്ന് പറയുന്ന അദ്ദേഹത്തിന് ബൈജു ആണെങ്കിലും അദ്ദേഹത്തിന് ശിക്ഷാ നടപടികൾ നേരിട്ട ഒരാൾ, അതായത് പച്ച വെളിച്ചം എന്നാണ് അദ്ദേഹം. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു തന്ത്രഗതിത്തിൽ വീണ്ടും വന്നു. ഇതൊക്കെ യാദർച്ഛികമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. പാറത്തോടൊരു വിഷയമുണ്ടായി. ഞാൻ ചെല്ലുന്ന സമയത്താണ് ആ വിഷയം ഉണ്ടായത്. ആ വിഷയം ഉണ്ടാകുന്ന സമയത്ത് പിറ്റേ ദിവസം സ്റ്റേഷനിലേക്ക് വരുന്നത് അവിടുത്തെ CPM-ന്റെ നേതാക്കന്മാരുമായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ഏത് തരത്തിൽ ഇതിനെ വിശ്വസിക്കണം? ഇസ്ലാമിക് തീവ്രവാദത്തെ ചെറുക്കാൻ ക്രൈസ്തവർ BJP-ക്കൊപ്പമാണെന്നും ഇന്ത്യ സഖ്യമാണ് BJP-യുടെ മുഖ്യശത്രുവെന്നും എൻ. ഹരി പറഞ്ഞു. NDA സംബന്ധിച്ച് മുഖ്യശത്രു എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയാണ്, അല്ലാതെ LDF-ഓ UDF-ഓ CPM-ഓ ഇവരൊന്നിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവാണെങ്കിലും ശരി, മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് വെളിയിൽ വന്നുകൊണ്ടിരിക്കുക. BJP ഒന്നിച്ചാണ് ഇവർ എതിർക്കുന്നത്. അപ്പോൾ അതിൽ മണമെടുത്തിട്ടാണ് ആളുകൾ നമ്മളിലേക്ക് അല്ലെങ്കിൽ നമ്മളെ വിശ്വാസത്തിലെടുക്കുന്നത്. അതുകൊണ്ട് ഈ 2 മുന്നണി എന്നുള്ളതൊന്നും ഇല്ല കേരളത്തിൽ. അത് തീർന്നു, അതിൻ്റെ കാലം കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഇന്ത്യ മുന്നണിയാണ്. ആ ഇന്ത്യ മുന്നണിയാണ് NDA എതിർക്കുന്നത്. ക്യാബിനറ്റ് ചാനൽ ചീഫ് എഡിറ്റർ ടോം മാത്യു അവതാരകനായി എത്തുന്ന ഈ മുഖാമുഖം പരിപാടി നാളെയും മറ്റന്നാളും വൈകുന്നേരം 6 മണിക്കും 9 മണിക്കും ക്യാബിനറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്യും. കൂടാതെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും കാഴ്ചപ്പാട് പരിപാടി ലഭിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.